Hello മക്കളെ എല്ലാവർക്കും എക്സാമിനറിന്റെ SSLC ബൾബ് കത്തി സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ ബൾബ് കത്തി സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ്സുകളിലും അതുപോലെ നമ്മുടെ ലക്ഷ്യ ബാച്ചിലൊക്കെയുമായിട്ട് നമ്മൾ ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ കുറച്ചും കൂടി പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള പരീക്ഷയിലൊക്കെ വരാൻ പോകുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളായിരിക്കും, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ബൾബ് കത്തി സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതും കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് വേറെ ലെവലിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക. ഇനിയുള്ള എല്ലാ വീഡിയോസും ഫിസിക്സിനെ മാത്രമല്ല, ഇനി ബയോളജിൻ്റെയും കെമിസ്ട്രീൻ്റെയും മാത്സിൻ്റെയും ഇനി ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിൻ്റെയും എല്ലാ സബ്ജക്ട്സിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് കാണുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ, നിങ്ങളുടെ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു മടി ഉണ്ടാവില്ല. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ആ ബെല്ലൈക്കൺ ബട്ടണും കൂടി അങ്ങോട്ട് എനേബിൾ ചെയ്ത് വെക്കുക. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതി പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും അതിലെ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറണ്ടിന്റെ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അതായത് കറണ്ടിന് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്താണെന്ന് നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ആ ഫോർമുല ഇതായിരുന്നു മക്കളെ. കറണ്ട് I = Q/T എന്നാണ് ആ ഫോർമുല. വളരെ സിമ്പിൾ ഫോർമുല, പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഫോർമുലയാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ഒരു സാധനം അറിയാണ്ട് നിങ്ങൾക്ക് ഒരു കാര്യവും കിട്ടില്ല. ഓക്കെ, റെഡി? ഈ I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ് മക്കളെ കേട്ടോ. I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ക്യാപിറ്റൽ A വെച്ചാൽ നമ്മൾ കാണിക്കാം. ഓക്കെ, 2 ആംപിയർ, 3 ആംപിയർ, 4 ആംപിയർ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഈ Q എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചാർജ് ആണ്. ചാർജിന്റെ അളവാണ്. ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. ക്യാപിറ്റൽ C വെച്ച് കാണിക്കും. അപ്പൊ 2 കൂളും 3 കൂളും 10 കൂളും എന്നൊക്കെ നമ്മൾ പറയും. T എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സമയമാണ്. ഓക്കെ, എത്ര സമയം. അപ്പൊ എത്രയോ ചാർജ് എത്രയോ സമയത്തിലായിരിക്കും ഒഴുകുക, അല്ലെ? ചാർജ് എത്രയോ സമയത്തിലായിരിക്കും ഒഴുകുക, 2 സെക്കൻഡോ 3 സെക്കൻഡോ. ആ സമയം, ആ ടൈം ആണ് T. സമയത്തിന്റെ യൂണിറ്റ് നമ്മൾ എപ്പോഴും സെക്കൻഡ്സിലാണ് എടുക്കേണ്ടത്. അപ്പൊ മിനിറ്റിൽ തന്നാലോ സെക്കൻഡ്സിലേക്ക് മാറ്റണം, മണിക്കൂർ തന്നാലോ അപ്പോഴും സെക്കൻഡ്സിലേക്ക് മാറ്റി വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണെങ്കിൽ വളരെ പവർഫുൾ ഫോർമുലയാണ്. സോ ഈ ഫോർമുല എങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. സോ ഓരോ ക്വസ്റ്റ്യനും ഞാനിവിടെ കാണിക്കും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് വേഗം തന്നെ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്നതായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്ത് വിചാരിക്കുന്നു. ഓക്കെ, പോസ് ചെയ്താ, പറ്റിക്കാൻ നോക്കരുത്, എനിക്കറിയാം ചെയ്തില്ല. ഇപ്പൊ ചെയ്തു. ഓക്കെ, അപ്പൊ വീഡിയോ പോസ്റ്റ് ട്രൈ ചെയ്ത് വിചാരിക്കുന്നു. ഇഫ് 10 കൂളും 10C എന്ന് എഴുതിയാൽ 10 കൂളും എന്നാണ് നിങ്ങൾ വായിക്കേണ്ടത്. 10 കൂളും ചാർജ് ഫ്ലോസ് ത്രൂ ആൻ ഏരിയ ഇൻ 2 സെക്കൻഡ്സ്. വാട്ട് ഇസ് ദ കറണ്ട്? ഒരു പ്രതലത്തിലൂടെ 10 കൂളും ചാർജ് 2 സെക്കൻഡിൽ ഒഴുകിയാൽ എത്രയായിരിക്കും കറണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം. മക്കളെ കറണ്ടിന്റെ ഫോർമുല നമുക്കറിയാം. കറണ്ട് = Q/T ആണ്. Q എന്ന് പറഞ്ഞാൽ ചാർജ്, T എന്ന് പറഞ്ഞാൽ സമയം. ചാർജ് എത്രയാണ് ചാർജ്? 10 കൂളുമാണ് ചാർജ്. അപ്പൊ ചാർജ് എന്ന് പറഞ്ഞാൽ 10 കൂളുമാണ്. അപ്പൊ 10 എന്ന് എഴുതി. ടൈം എത്രയാ? സമയം എത്രയാണ്? 2 സെക്കൻഡാണ് സമയം. അപ്പൊ ടൈമിന് പറഞ്ഞാൽ 2 എന്ന് എഴുതി. സെക്കൻഡിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആണ്. 10/2 = 5 എന്ന് കിട്ടും. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. സോ 5 ആംപിയർ ആയിരിക്കും ഫൈനൽ കറണ്ട്. അപ്പൊ 5 ആംപിയർ കറണ്ട് ആണ് അതിലൂടെ ഒഴുകുന്നത്, ആ പ്രതലത്തിലൂടെ അല്ല ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്നത്. സിമ്പിൾ ആയിട്ട് കിട്ടി, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെയാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാൻ പോവാണ്. വീഡിയോ പോസ് ചെയ്യുക, വേണം സ്ക്രീൻഷോട്ടും കൂടി വെച്ചോ. ഒരു വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ തന്നെ കമന്റ്, ഇപ്പൊ വീഡിയോ പോസ് ചെയ്ത് ഇപ്പൊ തന്നെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഇതിന്റെ കറക്റ്റ് ആൻസർ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും കമന്റ് ചെയ്ത് ആൻസർ മനസ്സിലാവും. പക്ഷെ അതൊന്നും നോക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ കമന്റ് ചെയ്യുക. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, കമന്റ് ചെയ്തല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. അപ്പൊ 1 എന്ന് എഴുതിയിട്ട് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എന്താ ഡിഫറൻസ് എന്ന് നോക്കാം. ഇത് വീണ്ടും വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. If 600 കൂളും ചാർജ് ഫ്ലോസ് ത്രൂ ആൻ ഏരിയ ഇൻ 5 minutes ആണ്, വാട്ട് ഇസ് എ കറണ്ട്? ഒരു പ്രതലത്തിലൂടെ 600 കൂളും ചാർജ് 5 മിനിറ്റിൽ ഒഴുകിയാൽ എത്രയായിരിക്കും കറണ്ട് എന്നാണ് ചോദ്യം. വീണ്ടും എങ്ങനെ ചെയ്യാം? വീണ്ടും ഒരു ബുദ്ധിമുട്ടില്ല, ആലോചിക്കുക. I = Q/T ആണ്. Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, അത് 600 കൂളും ആണ്, പേടിക്കേണ്ട ആവശ്യമില്ല.
ടൈം എത്രയാണ് മക്കളെ? ടൈം 5 മിനിറ്റ് എന്നാണ് കൊടുത്തത്. ഞാൻ നിങ്ങളോട് ഇതിന് മുൻപും പറഞ്ഞിട്ട് സമയം നിങ്ങൾ എന്തിൽ ചെയ്യണം? സെക്കൻഡിൽ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇവിടെ ടൈം = 5 എന്ന് എഴുതിയിട്ട് ചെയ്യരുത്, ആ തെറ്റ് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, കാരണം മിനിറ്റിലാണ് സമയം തന്നിരിക്കുന്നത് 5 എന്ന് പറഞ്ഞത്. അത് സെക്കൻഡ്സിലേക്ക് ആക്കിയിട്ട് വേണം നിങ്ങൾ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട്. എങ്ങനെ സെക്കൻഡ്സിലേക്ക് ആക്കുക? ഒന്നുമില്ല മക്കളെ, 60 കൊണ്ട് മൾട്ടിപ്ലൈ. നിങ്ങൾക്ക് അറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? ഇവിടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. ഓക്കെ, 60 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണ് 2 മിനിറ്റ് എന്തായാലും എത്ര സെക്കൻഡ്സ് ആയിരിക്കും? 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 × 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 × 60 സെക്കൻഡ്. അത്രയായിരിക്കും 120 സെക്കൻഡ്. അതുപോലെ 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3 × 60. എല്ലാം 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സെക്കൻഡ്സ് കിട്ടും, 180 സെക്കൻഡ്സ് കിട്ടും. അതുപോലെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ സമയം എത്രയായിരിക്കും? 5 × 60 ചെയ്യണം. 60 ചെയ്യുമ്പോഴാണ് സെക്കൻഡ്സിലെ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചാൽ മതി. ഒന്നെങ്കിൽ 5 × 60 മൊത്തത്തിൽ ചെയ്ത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ തന്നെ എഴുതി ടൈം = മിനിറ്റിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 60 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇനി മുതൽ എന്തുണ്ടാവും? മിനിറ്റിൽ സമയം തന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പം തന്നെ 60ലേക്ക് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടൈം എത്രയാണ്? 5 അല്ല, 5 × 60 ആണ്. ഇനി 60 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതൊന്ന് കട്ട് ചെയ്താൽ 60 യും 600 10 കിട്ടുമ്പോൾ 10/5 ചെയ്താൽ തന്നെ കിട്ടും മക്കളെ. 10/5 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. സോ 2 ആംപിയർ ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. സോ ഇവിടുത്തെ കറണ്ട് എത്രയാണ് മക്കളെ? 2 ആംപിയർ ആയിരിക്കും. ഇത് മിക്ക മക്കളും തെറ്റിക്കാറുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്ത് പറയുന്നത്. സംഭവം വളരെ സിമ്പിൾ ആണെങ്കിലും മിക്ക കുട്ടികളും പരീക്ഷാ സമയത്ത്, പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് വരെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ തെറ്റിക്കും. അത് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇത് നന്നായി പഠിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതേപോലത്തെ ഒരു ചോദ്യം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ഹോംവർക്കാണ്. വീഡിയോ പോസ് ചെയ്യുക, ഹോംവർക്ക് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യുക, ആൻസർ കമന്റ് ചെയ്യാം, കമന്റ് ബോക്സിൽ കമന്റ്. ഇപ്പൊ തന്നെ ചെയ്യാം, വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഇപ്പൊ തന്നെ ചെയ്യാം. ഓക്കെ, 2 മിനിറ്റ് ആണ്, × 60 ചെയ്തിൽ പണി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കറന്റ് ഓഫ് 0.5 ആംപിയർ by a filament is drawn by a filament of an electric bulb for 10 minutes. Find the amount of electric charge that flows through the circuit. ഒരു വൈദ്യുത ബൾബിന്റെ ഒരു ഫിലമെന്റിന്റെ 10 മിനിറ്റ് നേരത്തേക്ക് 0.5 ആംപിയർ കറണ്ട് വലിച്ചെടുക്കുന്നു. സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവ് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് അല്ല വേണ്ടത്, ചാർജ് ആണ് വേണ്ടത്. ബുദ്ധിമുട്ടുണ്ടാവും? ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, ഇക്വേഷൻ മാറാൻ പോകുന്നില്ല. കറണ്ട് = ചാർജ് ബൈ ടൈം തന്നെയാണ്, Q/T തന്നെയാണ്. പക്ഷെ വേണ്ടത് ചാർജ് ആയതുകൊണ്ട് നിങ്ങൾ ചാർജിന് വേണ്ടി ഇക്വേഷൻ ഉണ്ടാക്കുക. ഇവിടെ നിർത്തുക, എന്നിട്ട് മറ്റവൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരെ. ഓക്കെ, അപ്പൊ Q = I അവിടെ ഓൾറെഡി ഉണ്ട്. T എന്ത് ചെയ്യും? T അങ്ങോട്ട് പറഞ്ഞു വിടാം. പക്ഷെ താഴെയുള്ളവൻ മുകളിലേക്ക് എത്തണേ. അവിടേക്ക് പോകുമ്പോൾ താഴെയുള്ളവൻ മുകളിലേക്ക് എത്തണം. അറിയാലോ, റൂൾ അറിയാലോ, താഴെയുള്ളവൻ മുകളിലേക്ക് എത്തും. അപ്പൊ Q = IT എന്ന് കിട്ടി. ചാർജ് = കറണ്ട് × ടൈം എന്ന് കിട്ടി. കാരണം ഇവിടെ ചാർജ് ആണ്, ഫൈൻഡ് ദ ചാർജ് ആണ് വേണ്ടത്. ഇനി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കറണ്ട് എത്രയാണ് മക്കളെ? 0.5 ആംപിയർ ആണ്, 0.5 ആംപിയർ ആണ്. സമയം T എത്രയാണ്? T അവർ പറഞ്ഞിട്ടുണ്ടല്ലോ 10 മിനിറ്റ് ആണ്. പക്ഷെ 10 മിനിറ്റ് ആയതുകൊണ്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡിലേക്ക് ആക്കാൻ മറന്നുപോയത് അവിടെ തന്നെ ചെയ്യണം. 10 × 60 ചെയ്യണം. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യുക? 0.5 × 10 എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ ഒരു 0 ഉള്ളൂ. സോ ഒരു ചാട്ടം ചാടാം, അപ്പൊ 5 കിട്ടും. അപ്പൊ 0.5 × 10 5 കിട്ടി. 5 × 60 ആയിരിക്കും വരിക. ഇതിലാലോചിക്കുക, 5 6 മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടി. 5 6 30, പിന്നെ ഒരു 0 കൂടെ ഉണ്ട്, ആ 0 കൂടെ അവിടെ ഇട്ട് കൊടുത്തേ, അപ്പൊ 300 കിട്ടി. അപ്പൊ ചാർജ് എത്രയായിരിക്കും? ആൻസർ 300 ആയിരിക്കും. ചാർജിന്റെ യൂണിറ്റ് എത്രയാ മക്കളെ? 300 കൂളുംബ് ആയതുകൊണ്ട് ദ ഫൈനൽ ആൻസർ ഇസ് 300 കൂളും. ഈ യൂണിറ്റും കൂടി ഇട്ടിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ ഈ ചാർജ് കണ്ടുപിടിക്കുന്ന പരിപാടിയും കറണ്ട് കണ്ടുപിടിക്കുന്ന പരിപാടിയും എന്ത് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് അവസാനം ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഹോംവർക്ക് തരാം. ആ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ചോദ്യം വളരെ സിമ്പിൾ ആണ് മക്കളെ. കറണ്ട് = 0.2 ആംപിയർ ആണ്. ടൈം = 5 മിനിറ്റ് ആണ്. എത്രയാണ് ചാർജ് എന്നാണ് ചോദ്യം. ഓക്കെ, ചാർജ് എത്ര ഫ്ലോ ചെയ്യുന്നതാണ് ചോദ്യം. എല്ലാവരും ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓൾസോ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കറണ്ടിന്റെയും ചാർജിന്റെയും പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ സംഭവമാണെങ്കിലും അത് 100% ആ കോൺസെപ്റ്റും അതിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങളും സെറ്റാക്കിയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനും നമ്മുടെ നോളജ് ബിൽഡ് ചെയ്യാനും പരീക്ഷയിലാകുമ്പോഴത്തേക്കും സെറ്റാക്കാൻ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. സോ അത് നമ്മളിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഈ ചാർജിനെയും കറണ്ടിന്റെയും അതിനോട് അനുബന്ധിച്ചുള്ള ചോദ്യങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് വെക്കുക, ലൈക്ക് ഒക്കെ ചെയ്യുക. ഹോംവർക്ക് ആൻസേഴ്സ് എല്ലാം 3 ഹോംവർക്ക് ഉണ്ട്, 3ന്റെയും കമന്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ എത്രത്തോളം തരുന്നു അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു മടി ഉണ്ടാവില്ല. സോ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അടിച്ചു പൊളിച്ച് പഠിക്കുക.